ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വീഡിയോ കാണിക്കുന്നതെന്ന് മനസ്സിലായോ? ഞാൻ ഇന്ന് കാണിക്കുന്നത് എല്ലാ അമ്മമാർക്കും രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ. രാവിലെ തന്നെ എന്തുണ്ടാക്കും, എന്ത് ലഞ്ചിന് കൊടുത്തു വിടും, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, മൊത്തത്തിൽ കൺഫ്യൂഷനായിരിക്കും. അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി, ഇടിയപ്പവും മുട്ടക്കറിയും കൊടുത്തു വിട്ടാൽ എന്താണെന്ന്. അപ്പോൾ അതാകുമ്പം ബ്രേക്ക്ഫാസ്റ്റും ആവും, ഉച്ചയ്ക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പോൾ മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം എനിക്ക് ഇന്ന് രാവിലെ ഒരുപാട് ജോലികളുണ്ട്, പുറത്ത് പോകണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എല്ലാം വളരെ പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റിൽ ഞാൻ എല്ലാം കൊണ്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ച് മക്കൾക്ക് ലഞ്ച് ബോക്സും ആക്കി വെച്ച് ഞാനും ഒരു ഇടിയപ്പം എടുത്ത് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ രാവിലെ കുളിച്ചൊരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇക്കയുടെ പോയത് ഗോകുലത്തിലാണ് കേട്ടോ. അതായത് എൻ്റെ ഒരു ചിട്ടി തീർന്നിരിക്കുകയാണ്, അത് നമുക്ക് മേടിക്കണമെങ്കിൽ അവിടെ പോയി ഞാൻ സൈൻ ചെയ്തിട്ട് കൊടുത്ത് ചെക്ക് നമുക്ക് തരും. അപ്പോൾ അതിനുവേണ്ടിയാണ് രാവിലെ തന്നെ ഞാൻ അവിടെ പോയത്. അങ്ങനെ അവർ ചെക്കൊക്കെ തന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ബാങ്കിലോട്ട് പോകണം. ഞാൻ അവിടെ നിന്ന് ഇനി ഇറങ്ങി അടുത്ത ബാങ്കിൽ പോയപ്പോൾ അവിടെ ഭയങ്കര ക്യൂവും തിരക്കുമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ക്യൂ ഒക്കെ നിന്ന് എൻ്റെ കിട്ടാനുള്ള ക്യാഷൊക്കെ മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷോപ്പിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ ഓടി വന്ന് കയറി, നമ്മുടെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ, വന്ന് ഞാൻ കുറച്ച് ബിരിയാണിയും അതുപോലെ തന്നെ പപ്പടവും മാങ്ങാച്ചാറും സലാഡും എല്ലാം കൂടെ എടുത്ത് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. കിടുക്കാച്ചായിട്ട് ഒന്നും പറയാനില്ല. അങ്ങനെ ഞാൻ കൗണ്ടറിൽ ഇരുന്നപ്പോൾ ഇക്കാണെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് മെനു മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഈവനിങ് ആയപ്പം ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് വഴിയിൽ മക്കൾക്ക് സ്നാക്സ് വാങ്ങിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ നിർത്തിയപ്പോൾ ഞാൻ കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് ഉദ്ഘാടനമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അത് കാരണം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇവർ ടിൻസാണ്, അമ്മും ഒക്കെ. ഇവർക്ക് എല്ലാം അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേന് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എന്തോ ഉണ്ടാക്കി വെക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുക്ക് കാപ്പിയും എന്തോ മുട്ടയൊക്കെ ചിക്കി എന്തോ സംഭവം എനിക്കറിയത്തില്ല, ചപ്പാത്തിനകത്ത് വെച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സ്നാക്സൊക്കെ മക്കൾക്ക് കൊടുത്ത് അവർ പിന്നെ പാലൊക്കെ കാച്ചി അതിനകത്ത് ഞാൻ കൊടുത്ത് അവർ കഴിക്കുകയാണ്. അപ്പം ഞാനൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരട്ടെ. ഇതൊക്കെ ഉപ്പിട്ട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ മക്കൾക്ക് 3 പേർക്ക് കപ്പും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിക്കാനുള്ള ഫുഡും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുബൂസും ഷവർമയും അതുപോലെ തന്നെ അൽഫാം ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാനും മക്കളോട് ഇരുന്ന് കുറച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മൂന് ഭയങ്കര ചുമ. അപ്പോൾ ഞാനടുത്ത് അമ്മൂനെ കുറച്ച് ആവിയൊക്കെ പിടിച്ചിട്ട് പോയി സിറ്റൗട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. അമ്മൂനെ അങ്ങനെ ആവിയൊക്കെ പിടിക്കാൻ കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ജൂലിമോളുമായിട്ട് പുറത്ത് പോയി നിൽക്കുക. ജൂലിക്ക് വെളിയിൽ പോയി കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ താഴെ ഒരു പട്ടി നിന്ന് കുരയ്ക്കുന്നേ. അപ്പോൾ അത് കാരണം ജൂലി താഴോട്ട് നോക്കിയിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനോട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഈ ജൂലിയും പിങ്കിയും കൂടെ ഈ പട്ടിയും കൂടെ സംസാരിക്കുന്നത് നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെളിയിൽ നിന്ന് നിൽക്കായും കിച്ചും വരുന്നത് കാത്തിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കായും കിച്ചും വന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നുണ്ട്. ബൈ ബൈ, താങ്ക് യു.